Dear students, each chapter, A Three-Wheeled Revolution, is an interview. How to conduct an interview? What are the things we have to keep in mind while conducting an interview? ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊരു മോഡലായിട്ട് തന്നിരിക്കുന്നതാണ് എ ത്രീ വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അതായത് സുജാത രാമപ്രസാദ് എന്ന് പറയുന്ന ഒരാൾ ഇർഫാൻ ആലം എന്ന ഒരു എന്റർപ്രണറുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്? നിങ്ങൾ സപ്പോസ് നിങ്ങളൊരു എമിനന്റ് പേഴ്സണാലിറ്റിയുമായി നിങ്ങളൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും, അതിന് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് എന്തൊക്കെയായിരിക്കും? ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ അതിന്റെ ഒരു സമ്മറിയാണ്, ആ ചാപ്റ്റർ സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Social entrepreneurs are individuals with innovative solutions to society's most pressing social problems. സൊസൈറ്റിയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെ അതിനൊരു സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് ഈ സോഷ്യൽ entrepreneursന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതാണ്. ഇർഫാൻ ആലം is an internationally acclaimed social entrepreneur whom President Obama complimented with the words, "You are doing a tougher job than me." പ്രസിഡന്റ് ഒബാമ പോലും വിളിച്ച് ഇർഫാൻ ആലത്തിന്റെ ആ ഒരു എന്റർപ്രണർഷിപ്പ് കണ്ടിട്ട് പറഞ്ഞത്, താങ്കൾ എന്നെക്കാൾ വലിയൊരു ടഫർ ജോലിയാണ് ചെയ്യുന്നത് എന്നാണ്. എ ത്രീ വീൽഡ് റെവല്യൂഷൻ ഈസ് ആൻ ഇന്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം ബൈ സുജാത രാംപ്രസാദ് ഫോർ ഇന്ത്യ കറൻസ് ഇൻ May 2010. ഇന്ത്യ കറൻസിന് വേണ്ടി സുജാത രാംപ്രസാദ് നടത്തിയ ഇന്റർവ്യൂ ആണ് എ ത്രീ വീൽഡ് റെവല്യൂഷൻ. He was interviewed after he participated in the Entrepreneurship Summit in Washington. എപ്പോഴാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ നൽകിയത്? വാഷിംഗ്ടണിൽ അദ്ദേഹത്തിന്റെ ഒരു എന്റർപ്രണർഷിപ്പ് സമ്മിറ്റ് നടന്നു. അതിനുശേഷം in this interview, Alam discloses the circumstances which made him an entrepreneur. ഈ ഇന്റർവ്യൂവിൽ ഇർഫാൻ ആലം അദ്ദേഹം എങ്ങനെയാണ് ഒരു എന്റർപ്രണർ ആയി മാറിയത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. He motivates the youth to step into the world of social enterprise and make a change in the society. ഈ ചാപ്റ്ററിലൂടെ ഈ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം യുവാക്കളെ മുഴുവൻ ഒരു സോഷ്യൽ എന്റർപ്രൈസിലേക്ക്, അതായത് നിങ്ങൾ എല്ലാവരും ഒരു എന്റർപ്രണർ ആയി മാറണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ തരുന്നത്. അതുവഴി സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. There are about 10 million cycle rickshaw pullers in India. ഇന്ത്യയിൽ ഏകദേശം 10 ദശലക്ഷം റിക്ഷ പുള്ളേഴ്സ് ആണ് ഉള്ളത്. Each puller on an average raises a family of 5. ഓരോ റിക്ഷ പുള്ളറിനും മിനിമം ഒരു 5 മെമ്പേഴ്സ് എങ്കിലും ഫാമിലിയിൽ ഉണ്ടാവും. That means about 50 million lives. 50 million lives are dependent on income earned from cycle rickshaws. അപ്പൊ അദ്ദേഹം ഈ ഫീൽഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കാരണം എന്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 50 മില്യൺ ജീവിതമാണ് ഈ റിക്ഷ പുള്ളിങ്ങിന്റെ അതിന്റെ പുറകിലുള്ളത്. Such a large population is completely cut off from mainstream social financial spectrum. ഇർഫാൻ ആലം മനസ്സിലാക്കിയതാണ്, ഇത്രയും വലിയൊരു പോപ്പുലേഷൻ 50 ദശലക്ഷം ആൾക്കാര് ഈ ഒരു സോഷ്യൽ ഫിനാൻഷ്യൽ സ്പെക്ട്രം എന്നാൽ ആ ഒരു ഫിനോമിനൻ, ആ ഒരു ഫീൽഡിന്റെ എങ്ങും എത്താതെ ബാക്ക്ഗ്രൗണ്ടിലാണ്, അതിനപ്പുറത്തേക്കാണ്. അവിടേക്ക് അവരുടെ ശ്രദ്ധ, ഈ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും ശ്രദ്ധ ഇവരിലേക്ക് വരുന്നില്ല. ഇവരൊരു പക്ഷെ ഒരു വലിയൊരു സംഖ്യയാണിത്. ഇർഫാൻ ആലംസ് എയിം ഈസ് ടു ഓർഗനൈസ് ദിസ് എൻറ്റയർ സെക്ടർ ആൻഡ് ട്രാൻസ്ഫോം റിക്ഷ പുള്ളേഴ്സ് ഇൻടു ആൻ എംപവേർഡ് ആൻഡ് ഡിഗ്നിഫൈഡ് വർക്ക് ഫോഴ്സ്. റിക്ഷ പുള്ളേഴ്സിനെ മുഴുവൻ ഒരു എംപവേർഡ് വർക്ക് ഫോഴ്സ് ആക്കി മാറ്റണം. He wants to change the pathetic life of the rickshaw pullers. In order to help this community grow holistically, he has initiated a sustainable livelihood through poverty alleviation. അതായത് അവരുടെ ദാരിദ്ര്യം ഏതു വിധേനയും മാറ്റണം. ഇത്രയും ഒരു 50 ദശലക്ഷം ആൾക്കാർ ഈ മേഖലയെ ബേസ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതം എന്നും കഷ്ടപ്പാടിലാണ്. അതിനൊരു അറുതി വരുത്താൻ വേണ്ടി ഇതൊരു വലിയൊരു ഫീൽഡാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ രീതിയിൽ അവരുടെ കഷ്ടപ്പാടിനെ കുറയ്ക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു എന്റർപ്രണർ എന്ന നിലയിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്.
ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഹെൽത്ത് കെയർ ആൻഡ് അവയർനെസ് ക്രിയേഷൻ, അതിൽ എല്ലാം വരണം. ഒരു ഹോളിസ്റ്റിക് ചേഞ്ച് ആണ്. ഹോളിസ്റ്റിക് ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഹോളിസ്റ്റിക്കലി മൊത്തത്തിലുള്ള ഒരു ചേഞ്ച്, അതാണ് ഹോളിസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. സാധാരണ എന്തെങ്കിലും കുറച്ച് അവരെ കണ്ട് കുറച്ച് പൈസ അവർക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ ജീവിതത്തിന് അതിന് മൊത്തത്തിലൊരു മാറ്റം വരണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇർഫാൻ ആലം founded the Samman Foundation to modernize the rickshaw pulling sector in Bihar. ബീഹാറിലെ റിക്ഷ പുള്ളിംഗ് സെക്ടറിനെ മോഡേണൈസ് ചെയ്യാൻ, നമ്മുടെ ഇവിടുത്തെ കേരളത്തെ പോലെയൊന്നുമല്ല. ബീഹാറിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഇവിടെയൊക്കെ ഈ റിക്ഷ പുള്ളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ സെക്ടറിനെ മുഴുവൻ മാറ്റിയെടുക്കുക. അദ്ദേഹം ബീഹാറുകാരനായിട്ട് ബീഹാറിൽ നിന്നാണ് തുടങ്ങിയത്. It contributes 30% of the urban transport. Urban transportന്റെ, സിറ്റി ട്രാൻസ്പോർട്ടിന്റെ ഒരു 30% എന്താണ്? റിക്ഷയാണ്. He took steps to give the auto rickshaw a facelift. ഓട്ടോറിക്ഷ എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. അതായത് ഈ ഓട്ടോമൊബൈൽ വെച്ച് ഓടുന്ന ഒരു റിക്ഷയല്ല ഇത്. ഒരു മാൻലി പവറിൽ ഓടുന്ന റിക്ഷയാണ്, ആള് ചവിട്ടുന്നതാണ്. അപ്പോൾ ആ റിക്ഷയ്ക്ക് ഒരു ഫേസ് ലിഫ്റ്റ് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു, ഒരു മാറ്റം. സമ്മാൻ has implemented innovations to increase operator income such as advertising, music, newspapers for passengers, first aid and the selling of cold water and juice. അദ്ദേഹം റിക്ഷാസിനെ മൊത്തത്തിലൊന്ന് മാറ്റി. ആ സാധാരണ ഒരു റിക്ഷ എന്നുള്ളതിൻ്റെ അതിൻ്റെ അകത്ത് കുറച്ച് മ്യൂസിക്, ന്യൂസ് പേപ്പേഴ്സ്, പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വായിക്കാൻ ന്യൂസ് പേപ്പേഴ്സ്, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ്, പിന്നെ അത്യാവശ്യം വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, മൊബൈൽ കാർഡുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹം അതിൻ്റെ അകത്ത് നിറച്ചു. ആലം വാസ് ഓൾസോ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് ദ പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഇൻ ഇന്ത്യ. ആദ്യമായി ഒരു പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഇർഫാൻ ആലം ആണ്. ഇൻ 2 years, ആലം built a family of over 1 lakh rickshaw operators across 9 states in India. ഏകദേശം 1 ലക്ഷം റിക്ഷ ഓപ്പറേറ്റേഴ്സിനെ അദ്ദേഹം മാറ്റി, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. Although a first generation entrepreneur, Alam's efforts to empower those at the bottom of Indian society have been recognized widely. ഒരു entrepreneur എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു സൊസൈറ്റിയെ മൊത്തത്തിൽ മാറ്റുകയാണ്. ഈ റിക്ഷ സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഒരു വിഭാഗമാണത്. അവരുടെ ജീവിതത്തെ ആകെ മാറ്റുന്ന രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. He has won the Business Bazaar and the World Bank's Innovation Award. ഈ ധാരാളം അവാർഡുകൾ അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് കിട്ടുകയുണ്ടായി. ആലം ഹാസ് ഓൾസോ ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ആലമാണ്, ഇർഫാൻ ആലമാണ്. ആൻഡ് ഹിസ് ബിസിനസ് മോഡൽ വാസ് റീസെന്റ് ഫീച്ചർഡ് ബൈ ദ ഇക്കണോമിസ്റ്റ്. അദ്ദേഹത്തിന്റെ ബിസിനസ് മോഡലിനെ കുറിച്ച് ദി ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന മീഡിയ വരെ റിപ്പോർട്ട് ചെയ്യുകയും അത് ഫീച്ചർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. The answer of the first question of the interviewer shows that Irfan had a problem solving skill. ആ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നത് ഇർഫാന് ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടായിരുന്നു. One day, Irfan felt thirsty while traveling in a rickshaw, but the rickshaw puller had no water in his vehicle as he didn't have money to buy it. ഒരു ദിവസം ഇർഫാൻ ഒരു റിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ദാഹം വന്നു. And he asked the rickshaw puller to get some water. കുറച്ച് വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാവപ്പെട്ടതാണ്, എനിക്ക് റിക്ഷയ്ക്കകത്ത് വെള്ളമൊന്നും വാങ്ങി വെക്കാനുള്ള പൈസ ഇല്ല. അവിടെ ഒരു ബിസിനസ് മൈൻഡ് പ്രവർത്തിക്കുകയാണ്. Irfan's business mind saw a business opportunity there. The next day, he talked to 5 rickshaw pullers and gave them 8 bottles of water each for sale. പിറ്റേ ദിവസം അദ്ദേഹം ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് 5 റിക്ഷ പുള്ളേഴ്സിൻ്റെ അടുത്ത് 8 ബോട്ടിൽസ് ഓഫ് വാട്ടർ കൊടുത്തിട്ട് അത് വിൽക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ആൾക്കാരെയും കൊണ്ട്, പാസഞ്ചേഴ്സിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളവർക്ക് ഈ വെള്ളം കൊടുക്കാം. ദിസ് ഗേവ് ദം എ പ്രോഫിറ്റ് ഓഫ് 8 rupees. ഇത് അവർക്കൊരു അഡീഷണൽ ആയിട്ട്, ഒരു കുപ്പി വെള്ളത്തിന് 1 രൂപ വെച്ച് 8 കുപ്പി വിറ്റാൽ 8 രൂപ. അതൊരു അഡീഷണൽ ഇൻകം ആണ് അവർക്ക്. അങ്ങനെ ഇപ്പോൾ 2 സൈഡും വളരെ ഹാപ്പിയായി. ഇർഫാനും സന്തോഷം, ഈ റിക്ഷ പുള്ളർക്ക് സന്തോഷം. ഒരു ചെറിയൊരു കമ്മീഷൻ ഇർഫാൻ കൊടുത്താൽ മതി. Irfan
thinks that entrepreneurship is in his blood. ഇർഫാന് സ്വയം മനസ്സിലാകണം ഓൺടർപ്രണർഷിപ്പ് അദ്ദേഹത്തിന്റെ ബ്ലഡിലുള്ളതാണ്. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്ലഡിൽ ലയിച്ചു ചേർന്ന ഒന്നാണ്. That is why he could help his father and his friends when they lost a lot of money during the stock market scam in 1992. 1992 ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഉണ്ടായി. അങ്ങനെ ഈ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ധാരാളം പൈസ നഷ്ടപ്പെട്ടു. Using his advice, they recovered their losses and made profits. ഇർഫാൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ച് അന്ന് അച്ഛനും കൂട്ടുകാർക്കും ധാരാളം ധനം സമ്പാദിക്കാൻ കഴിഞ്ഞു. This encouraged him to open his own first portfolio management firm at the age of 13. അങ്ങനെ 13ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഓപ്പൺ ചെയ്യാണ്. 13ാമത്തെ വയസ്സിൽ ഇർഫാൻ ആലം ഒരു പോർട്ട്ഫോളിയോ മാനേജറായി ഓഹരി വിപണിയിൽ ഷെയർ മാർക്കറ്റ്, അതായത് നമ്മുടെ ഇന്നത്തെ ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് പൈസ നമുക്കതിൽ ലാഭം നഷ്ടം വരാതെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഡിസൈഡ് ചെയ്യുക. അത് അവർ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറയുന്ന ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നഷ്ടം വരത്തില്ല, കുറച്ച് ലാഭം കിട്ടുകയും ചെയ്യും. എ പോർട്ട്ഫോളിയോ മാനേജർ പ്ലേസ് എ പിവറ്റൽ റോൾ in deciding the best investment plan for an individual as per his income, age as well as the ability to undertake risk. ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്താണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറയുന്നത്. ആ പോർട്ട്ഫോളിയോ മാനേജർ എന്നുള്ള നിലയിൽ ഇർഫാൻ ആലം വളരെ സക്സസ്ഫുൾ ആയി. Irfan's prize-winning business proposal was presented in an Indian TV show named Business Bazigar in 2006. ആദ്യമായി അദ്ദേഹത്തിന്റെ ബിസിനസ് പ്ലാൻ വയ്ക്കുന്ന 2006 ബിസിനസ് ബാസിഗർ എന്ന് പറയുന്ന TV ഷോയിലാണ്. ഹിസ് ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ. അദ്ദേഹത്തിന്റെ ഐഡിയ എന്തായിരുന്നു? റിക്ഷ സെക്ടറിനെ ഓർഗനൈസ് ചെയ്യണം. അതൊരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്, പക്ഷെ അതൊരു ഹ്യൂജ് സെക്ടറാണ്. ഹി വാണ്ടഡ് ടു റീഡിസൈൻ ദ വെഹിക്കിൾ. The spaces of the vehicle could be sold for the purposes of advertising and brand promotion. ഇന്ന് നമ്മൾ ഓട്ടോയിലൊക്കെ കാണുന്ന KSRTC ബസ്സിലൊക്കെ കാണുന്നത് പോലെ അന്നത്തെ റിക്ഷ, ആള് ചവിട്ടുന്ന ആ റിക്ഷയുടെ പല ഭാഗങ്ങളും അഡ്വർടൈസ്മെന്റിന് കൊടുത്തു. അപ്പൊ അത് പുതിയൊരു വരുമാനമാണ് ആ റിക്ഷ ചവിട്ടുന്ന ആൾക്കാർക്കും അതുപോലെ ഈ സമ്മാൻ ഫൗണ്ടേഷനും. He also indicated that additional revenues could be made by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. മാത്രമല്ല ഈ റിക്ഷ പുള്ളറിന് ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് ഒരു മാർക്കറ്റിൽ വന്ന് അവര് ഇർഫാന്റെ ആൾക്കാര് ഈ വാഹനത്തിൽ ഈ ഒരു റിക്ഷയിൽ നിറച്ചു വെച്ചു കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ അവര് ഈ റിക്ഷ ചവിട്ടുന്നതോടൊപ്പം പാസഞ്ചറിന് ഇത് വിറ്റാൽ മാത്രം മതി. He wanted to provide insurance, ID cards and uniforms to the rickshaw pullers. Rickshaw pullers എന്തൊക്കെ കൊടുത്തു? ID കാർഡ് കൊടുത്തു, അവർക്ക് ഇൻഷുറൻസ് കൊടുത്തു, യൂണിഫോം കൊടുത്തു. അതായത് അവരെ ഒരു പ്രൊഫഷണൽ നിലയിലേക്ക് അയാൾ വളർത്തിക്കൊണ്ടുവന്നു. He wanted to run this as a non-profit organization. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ വളർത്തിക്കൊണ്ടുവരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. But the organizers of the TV show didn't agree to the social entrepreneurship. പക്ഷേ ആ TV ഷോയിലെ ഓർഗനൈസേഴ്സ് അത് സമ്മതിച്ചില്ല. അവർക്ക് പ്രോഫിറ്റ് വേണം എന്ന് വാശി പിടിക്കുകയുണ്ടായി. Though he won the show, he refused to accept the prize money of rupees 150 lakhs because of this business ethics conflict. അപ്പോൾ അവർ ഓഫർ ചെയ്ത 150 lakhs പോലും വേണ്ട എന്ന് പറഞ്ഞ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായി ഈ ഒരു മേഖലയെ കൊണ്ടുപോകാനാണ് ഇർഫാൻ ആലം ആഗ്രഹിച്ചത്. Irfan firmly believed in C.K. Prahlad's idea that business could be successful by targeting the poor people. C.K. പ്രഹ്ലാദിന്റെ അഡ്വൈസ് അനുസരിച്ച് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയിലെ പുവർ പീപ്പിളിനെ ബേസ് ചെയ്ത് പോകണം. അവർക്ക് ആവശ്യമുള്ളത്, അവരാണ് കൂടുതലുള്ളത്, അപ്പൊ അവരെ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം. ഇതായിരുന്നു C.K. പ്രഹ്ലാദിന്റെ അഡ്വൈസ്. So he founded Samman in 2007. അങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷൻ ഇർഫാൻ ആലം നടത്തുന്നത്. വിത്ത് ദ സീഡ് മണി ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ആ ഷോയിൽ നിന്ന് കിട്ടിയ പൈസ അദ്ദേഹം തിരസ്കരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഫാമിലിയിൽ നിന്നും മറ്റുമൊക്കെ റിലേറ്റീവ്സിൻ്റെ നിന്നൊക്കെ കടം വാങ്ങിയാണ് ഇത് തുടങ്ങിയത്. സമ്മാൻ ഓഫേഴ്സ് ദ റിക്ഷ പുള്ളേഴ്സ് സർട്ടൻ ഫെസിലിറ്റീസ്. കുറച്ച് ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് ദം ട്രെയിനിങ് ഓൺ ബേസിക് എറ്റുക്കേറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ്. ട്രാഫിക് റൂൾസിനെ കുറിച്ച് സാധാരണ ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പെരുമാറാനുള്ള ആ ഒരു മാനറിസത്തെ കുറിച്ച് ഒക്കെ
ഈ റിക്ഷ പുള്ളേഴ്സിന് അവർക്ക് പ്രൊഫഷണൽ, അവർ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുന്നില്ല, അവർക്ക് നല്ല രീതിയിൽ ഇദ്ദേഹം കോച്ചിങ് കൊടുത്തു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റ് എ ലോൺ ഫ്രം ബാങ്ക് ഫോർ എ ന്യൂ റിക്ഷ. മാത്രമല്ല ആൾക്കാർക്ക് പുതിയ റിക്ഷ എടുക്കാനുള്ള ഒരു ലോൺ, ബാങ്ക് ലോൺ. ഇതൊരു അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് ഇവർക്ക് ലോണൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ സമ്മാൻ ഫൗണ്ടേഷൻ ലോൺ തരപ്പെടുത്തി കൊടുക്കും. ആക്സിഡന്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ID cards ആൻഡ് യൂണിഫോം ആർ ദ അതർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ നൽകിയ ബാക്കി ഫെസിലിറ്റീസ് ഇതൊക്കെയായിരുന്നു. ID കാർഡ്, യൂണിഫോം, ഇൻഷുറൻസ് ഒക്കെ. Other than monetary benefits, they now have a sense of belonging and empowerment. മാത്രമല്ല ഈ റിക്ഷ പുള്ളേഴ്സിന് ഇങ്ങനെയായപ്പോൾ അവർക്ക് തന്നെ ഒരു സെൽഫ് എംപവേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വന്നു. അവർ എന്തോ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായി. Children of the operators and their spouses can attend free evening classes called Samman Gyan. മാത്രമല്ല ഇവരുടെ ഫാമിലി അദ്ദേഹം ഓർഗനൈസ് ചെയ്തു. ഇവരുടെ ഫാമിലിയെ പല മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ക്ലാസ്സുകളും അവരുടെ കുട്ടികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പ്, അതുപോലെ പഠിക്കാനുള്ള സാധനങ്ങൾ, ബുക്ക്, തുണി അങ്ങനെയുള്ളതൊക്കെ നൽകുകയും അവരുടെ മീറ്റിങ്ങുകളെല്ലാം കറക്റ്റ് സമയത്ത് കൂടുകയൊക്കെ ചെയ്തിരുന്നു. ബിസൈഡ്സ് ഇറ്റ് ഹാസ് ഗിവൺ ദ മീനിയൽ ലേബറേഴ്സ് ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ റിക്കഗ്നിഷൻ. പാവപ്പെട്ട ഈ ലേബറേഴ്സിന് ഇതൊരു സോഷ്യൽ റിക്കഗ്നിഷൻ, ഒരു സെൽഫ് റെസ്പെക്ട്, സൊസൈറ്റിയിൽ ഒരു റെസ്പെക്ട് നേടിക്കൊടുക്കുകയുണ്ടായി. Last fiscal year, Samman made a net profit of 8 lakh rupees and revenue of 50 lakh rupees. ഈ ലാസ്റ്റ് ഫിസിക്കൽ ഇയറിൽ ആ സമ്മാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് 8 lakh rupees ആണ്, ആൻഡ് റവന്യൂ 50 lakh rupees, 50 lakhന്റെ റവന്യൂ. അപ്പോൾ അത്രമാത്രം നല്ല നിലയിലേക്ക് ആ ബിസിനസ് വളർന്നു. Irfan thinks that the rickshaw is not a dying breed of transportation. ഇർഫാൻ ഒരിക്കലും ഈ റിക്ഷ എന്ന് പറഞ്ഞ ഒരു ഡൈയിങ് ബ്രീഡാണ്, അത് സമീപകാലത്ത് നശിച്ചു പോകുന്ന, ഇല്ലാതായി പോകുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ മോട്ടോർ വാഹനങ്ങളൊക്കെ ഒരുപാട് വന്നപ്പോൾ ആൾ ചവിട്ടുന്ന റിക്ഷയ്ക്ക് ഡിമാൻഡ് കുറയും എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. The number of rickshaws in New Delhi has actually increased by 20% in the last 2 years. മാത്രമല്ല ഡൽഹിയിലെ കണക്കനുസരിച്ച് 20% റിക്ഷ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. It can be utilized for carrying passengers between metro stations. മെട്രോ സ്റ്റേഷൻസിൻ്റെ ഇടയ്ക്കുള്ള അല്ലെങ്കിൽ രണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഇടയ്ക്ക് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും അവർ റിക്ഷയാണ് ഉപയോഗിച്ചിരുന്നത്. മോറോവർ ഇറ്റ് ഈസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. മാത്രമല്ല ഈ മോട്ടോർ ഘടിപ്പിക്കാത്ത കാരണം അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലിയാണ്. ദ ഫൗണ്ടേഷൻ എയിംസ് ടു ക്രിയേറ്റ് സോളാർ പവർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷാസ് ഇൻ ഫ്യൂച്ചർ. മാത്രമല്ല സമ്മാൻ ഫൗണ്ടേഷൻ ഭാവിയിൽ ഫൈബർ ഗ്ലാസ് ഉള്ള സോളാർ പാനൽ വെച്ചുള്ള റിക്ഷ, കുറച്ചുകൂടി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട്, കുറച്ചുകൂടി ഇക്കണോമിക്കൽ ആയിട്ടുള്ള റിക്ഷകൾ ഇറക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഫിസിക്കൽ എഫേർട്ട് ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്. കാരണം അത് ഈ റിക്ഷ ചവിട്ടുന്ന ആൾക്കാരായൊക്കെ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ റിക്ഷ ചവിട്ടാൻ പാടാണ്. അപ്പോൾ സോളാർ പാനൽ ഘടിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ആ രീതിയിലൊക്കെ അവർ ചിന്തിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് Irfan suggests that unemployment in the country can be tackled by considering entrepreneurship as a career. ഓരോരുത്തരും ഒരു ഓൺടർപ്രണർ ആകണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയിലെ ദാരിദ്ര്യം, പോവർട്ടിയെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ എന്നാണ് ഇർഫാൻ പറയുന്നത്. Thus the interview highlights the need of social entrepreneurs in India. ഇന്ത്യയിലെ സോഷ്യൽ എന്റർപ്രണേഴ്സിന്റെ നീഡിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ത്രീ വീൽഡ് റവല്യൂഷനിലൂടെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്.